ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ശരിയായ പ്രസ്താവനയാണ്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യൻ ജനതയുടെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത്. കൂടാതെ 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെടുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ അധ്യക്ഷനായി. അതും ശരിയാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. അതും ശരിയായ പ്രസ്താവനയാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമായ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ച INC സമ്മേളനമായിരുന്നു 1929 ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, 1930 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 1930 ഓഗസ്റ്റ് 15 മറിച്ച് ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ സ്മരണാർത്ഥമാണ് സ്വാതന്ത്ര്യാനന്തരം നമ്മൾ ജാനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുത്തത്. ഇതൊക്കെ കൂടാതെ മറ്റൊരു പ്രത്യേകതയും കൂടെ 1929 ലാഹോർ സമ്മേളനത്തിനുണ്ട്. എന്താണത്? അതായത് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് ഈ ഒരു ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. എന്നാണ് ഉയർത്തിയത്? 1929 ഡിസംബർ 31 അർദ്ധരാത്രിയിലാണ് ഉയർത്തിയത്. ഓക്കെ. ചോദ്യം, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1939 KPCC പ്രസിഡന്റ് ആയിരുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. 1938, 39, 40 എന്നീ വർഷങ്ങളിൽ KPCC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് ശരിയാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും 9 മാസം തടവ് അനുഭവിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യവും കൂടെ ഇങ്ങനെ വരാറുണ്ട്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. 1924 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അൽ അമീൻ പത്രം തുടങ്ങുന്നത്. മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്താനും സ്വാതന്ത്ര്യബോധം വളർത്താനും ഒക്കെ സഹായിച്ച ഒരു പത്രമായിരുന്നു അൽ അമീൻ എന്ന് പറയുന്നത്. അടുത്തത്, ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു. ഇതും ശരിയായ പ്രസ്താവനയാണ്. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു. അപ്പം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാപകൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലേ? അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ 1938, 39 കാലഘട്ടത്ത് നമ്മൾ പറഞ്ഞില്ല KPCC പ്രസിഡന്റ് ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരുന്നു. ഇതേ സമയം 38, 39 കാലഘട്ടത്തിൽ INC പ്രസിഡന്റ് ആരായിരുന്നു? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് 39 INC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങുകയുണ്ടായി. ഓക്കെ. അപ്പം ഇതേ സമയത്ത് KPCC പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും KPCCയിൽ നിന്നും രാജിവെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഫോർവേഡ് ബ്ലോക്കിൽ അംഗമായി. അങ്ങനെ കേരള ഘടകത്തിൻ്റെ ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാപകനുമായി. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. എല്ലാം ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റലിന്റെ പതനം. ശരിയാണോ? ശരിയാണ്. ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? ബാസ്റ്റിൽ ജയിൽ തകർത്തതില്ലേ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാസ്റ്റിൽ ജയിലിൽ തകർത്തത്. നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവ സമയത്ത് രാജാവ് ആരായിരുന്നു? ലൂയി 16 അല്ലെ? ഈ ലൂയി 16 ഏത് രാജവംശത്തിൽപ്പെട്ടയാളാണ്? ബൂർബൻ രാജവംശത്തിൽപ്പെട്ടയാളാണ്. ഈ ബൂർബൻ രാജവംശത്തിന്റെ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്നു എന്ത്? ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. ഈ ബാസ്റ്റിൽ ജയിൽ തകർത്തുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങുന്നത്. നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവം ഏത് വർഷമാണ്? 1789 ആണ് അല്ലെ? അപ്പൊ ബാസ്റ്റിൽ ജയിൽ തകർത്തത് എന്നാണ്? 1789 ജൂലൈ 14 ഈ ജൂലൈ 14 ഫ്രാൻസിന്റെ ദേശീയ ദിനമായിട്ടും ആചരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ
സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് വിപ്ലവകാരികൾ ഈ ബാസ്റ്റിൽ ജയില് തകർത്തത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ജോഡി ശരിയാണ്. രണ്ടാമത്തെ ജോഡി നോക്കൂ. റൂസോ സാമൂഹ്യ കരാർ അഥവാ സാമൂഹ്യ ഉടമ്പടി, സോഷ്യൽ കോൺട്രാക്ട് എന്ന പുസ്തകം ആരുടേതാണ്? റൂസോയുടേതാണ് കേട്ടോ. അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച പുസ്തകമാണ് എന്ത്? സാമൂഹ്യ കരാർ അഥവാ സോഷ്യൽ കോൺട്രാക്ട്, സാമൂഹ്യ ഉടമ്പടി എന്ന് പറയുന്നത്. റൂസോയുടെ സാമൂഹ്യ ഉടമ്പടി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് റിപ്പബ്ലിക് എന്ന ആശയം അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് എന്ത്? സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റൂസോയാണ് കേട്ടോ, റൂസോ. അടുത്ത ജോഡി നോക്കൂ. സൺ യാത് സെൻ, റഷ്യൻ വിപ്ലവം. ഇത് ശരിയാണോ? ഇത് ശരിയല്ല. സൺ യാത് സെൻ റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടയാളല്ല. എന്താണ്? ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടയാളാണ് ആര്? സൺ യാത് സെൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ചൈനീസ് വിപ്ലവം തുടങ്ങുന്നതിന് മുന്നേ അവസാന രാജവംശം ഏതായിരുന്നു? ചൈനീസ് വിപ്ലവം നടക്കുന്ന സമയത്തെ രാജവംശം, ചൈനയിലെ രാജവംശം ഏതായിരുന്നു? മഞ്ചു രാജവംശമാണ് അല്ലെ. ഈ മഞ്ചു രാജവംശമാണ് ചൈനയിലെ അവസാന രാജവംശം എന്ന് പറയുന്നത്. അതായത് ചൈനീസ് വിപ്ലവത്തോടു കൂടി ഇല്ലാണ്ടായ രാജവംശമാണ് എന്ത്? മഞ്ചു രാജവംശം എന്ന് പറയുന്നത്. ചൈനീസ് വിപ്ലവകാരികൾ ഇല്ലാതാക്കിയ രാജവംശമാണ് ഇത് മഞ്ചു രാജവംശം എന്ന് പറയുന്നത്. എന്നാണത് സംഭവിച്ചത്? 1911 സൺ യാത് സെന്നിന്റെ നേതൃത്വത്തിലാണ് ഈ ചൈനീസ് വിപ്ലവത്തിലൂടെ മഞ്ചു രാജവംശത്തെ പുറത്താക്കുന്നത്. അങ്ങനെ 1912 എന്ത് വരുന്നു? ചൈനീസ് റിപ്പബ്ലിക് വരുന്നു. ഈ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ആണ് ആര്? സൺ യാത് സെൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് സൺ യാത് സെൻ ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടയാളാണ്. അടുത്ത നോക്കൂ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 സ്ഥാപിച്ചു. ഇതും ശരിയായ പ്രസ്താവനയാണ്. 1995 ജനുവരി 1 WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1994 മാരാകേഷ് കരാറിലൂടെയാണ് എന്ത് നിലവിൽ വരുന്നത്? പ്രവർത്തനം ആരംഭിക്കുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിക്കുന്നത്. നിലവിൽ 166 മെമ്പേഴ്സ് ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലുള്ളത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവയിലാണ്. അതിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആണ് ഗോസി ഒക്കാൻചോ ഇവാലിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഏതൊക്കെ? ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കൊണ്ടുവന്നത്? രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാനും അത് നടപ്പിലാക്കാനും അതിൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന അന്താരാഷ്ട്ര സംഘടന കൊണ്ടുവന്നത്. ഇവർ തന്നെയാണ്, ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ തന്നെയാണ് എന്ത് നോക്കുന്നത്? ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിലുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ വഴക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ശരിയാക്കുന്നതും ആര് തന്നെയാണ്? ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ചോദ്യം: താഴെ കൊടുത്ത പ്രസ്താവനകളിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു. ശരിയാണ്. 1822 പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. ബംഗാളി ഭാഷയിൽ 1821 ആരംഭിച്ച പത്രമായിരുന്നു സംവാദ് കൗമുദി. അപ്പൊ രാജാറാം മോഹൻ റോയുടെ 2 പ്രധാനപ്പെട്ട പത്രങ്ങളാണ് ഏതൊക്കെ? സംവാദ് കൗമുദിയും മിറാത്തുൽ അക്ബറും. അടുത്ത സ്റ്റേറ്റ്മെന്റ്: ആത്മീയ സഭ സ്ഥാപിച്ചു. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചതാണ് ആത്മീയ സഭ. ശരിയായ പ്രസ്താവനയാണ്. 1815 ആത്മീയ സഭ സ്ഥാപിച്ചു. 1828 ബ്രഹ്മസഭ സ്ഥാപിച്ചു. ഈ ബ്രഹ്മസഭയാണ് പിന്നീട് ബ്രഹ്മസമാജം എന്ന് 1830 റീനെയിം ചെയ്തത്. അതിനുശേഷം 1866 ഈ ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജ് എന്നും ഭാരതീയ ബ്രഹ്മസമാജ് എന്നും രണ്ടായിട്ട് പിളർന്നു. അടുത്തത്: തുഫത്തുൽ മുവാഹിദീൻ എന്ന ഗ്രന്ഥം രചിച്ചു. അതും ശരിയായ പ്രസ്താവനയാണ്. അദ്ദേഹത്തിന്റെ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് തുഫത്തുൽ മുവാഹിദീനും. 1820 അത് രചിച്ചത്. 1815 വന്ന വേദാന്ത ഗ്രന്ഥവും. ഇതാണ് അദ്ദേഹത്തിന്റെ 2 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. അടുത്തത്: സംവാദ് കൗമുദി എന്ന വാരിക ആരംഭിച്ചു. നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ 2 പത്രങ്ങളാണ് സംവാദ് കൗമുദിയും മിറാത്തുൽ അക്ബറും. സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലാണെങ്കിൽ മിറാത്തുൽ അക്ബർ ഏതാണ്? പേർഷ്യൻ ഭാഷയിലാണ്. അദ്ദേഹത്തിന് 2 ഭാഷയിലാണ് പത്രങ്ങൾ ഉണ്ടായിരുന്നത്. ഒന്ന് ബംഗാളിയാണ്, ഒന്ന് പേർഷ്യൻ ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മിറാത്തുൽ അക്ബർ ഒരു പേർഷ്യൻ ഭാഷയിലെ പത്രമാണ്, സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലാണ്. അപ്പൊ എന്താണ്? എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം:
താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണനാ ക്രമം ഏതെന്ന് കണ്ടെത്തുക. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 കാലഘട്ടത്താണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ്. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം എന്നായിരുന്നു 1936 നവംബർ 12-നായിരുന്നു. വൈക്കം സത്യാഗ്രഹം എന്നാണ് 1924-ലായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം 1920-ലായിരുന്നു. അപ്പൊ ആദ്യം വരുന്നത് ഏതാണ്? മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനമല്ലേ? അതായത് ആദ്യം വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ തന്നിരിക്കുന്നവയിൽ. അതേതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വർഷങ്ങളൊന്നും കൂടെ നോക്കാം. മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം എന്നായിരുന്നു? 1920 ഓഗസ്റ്റ് 18 കോഴിക്കോടാണ് അദ്ദേഹം എത്തിയത്. അല്ലെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിൽ കോഴിക്കോട് എത്തുന്നത്. രണ്ടാമത്തെ എന്നാണ്? വൈക്കം സത്യാഗ്രഹത്തിനോട് അനുബന്ധിച്ച് 1925 വന്നു. മൂന്നാമതായി 1927, പിന്നെ 34, 37 വർഷങ്ങളിലായിട്ട്, അങ്ങനെ 5 തവണയാണ് ഗാന്ധിജി ആകെ കേരളത്തിൽ വന്നിരിക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം പറയുകയാണെങ്കിൽ 1936 നവംബർ 12 തിരുവിതാംകൂറിലും, 47 ജൂൺ 2 മലബാറിലും, 47 ഡിസംബർ 20 കൊച്ചിയിലുമാണ് നടന്നത്. 6th ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. നീലദർപ്പൺ, ദീനബന്ധുമിത്ര. ശരിയാണ്. നീലദർപ്പൺ എന്ന് പറയുന്നത് ദീനബന്ധുമിത്ര രചിച്ച ബംഗാളി ഭാഷയിലുള്ള ഒരു നാടകമാണ് അല്ലെ. ഇത് എന്തിനെ പശ്ചാത്തലമാക്കിയുള്ളതാണ്? ബംഗാളിലെ നീലം കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ദീനബന്ധുമിത്ര രചിച്ച നാടകമാണ് എന്ത്? നീലദർപ്പൺ എന്ന് പറയുന്നത്. അപ്പൊ ശരിയായ ജോഡിയാണ്. ഹിന്ദു സ്വരാജ്, BR അംബേദ്കർ. ശരിയാണോ? ശരിയല്ല. ഹിന്ദു സ്വരാജ് ആരുടേതാണ്? ഗാന്ധിജിയുടെ ബുക്കാണ് കേട്ടോ. ഹിന്ദു സ്വരാജ് എന്ന് പറയുന്നത് ആരുടെ ബുക്കാണ്? ഗാന്ധിജിയുടെ ബുക്കാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പുസ്തകമാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ, MN റോയി. തെറ്റാണ്. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ ആരുടേതാണ്? BR അംബേദ്കറുടേതാണ്. അംബേദ്കറുടെ ഫുൾ നെയിം എന്താണ്? നമ്മളെപ്പോഴും BR അംബേദ്കർ എന്നല്ലേ പറയാറ്? ഭീംറാവോ റാംജി അംബേദ്കർ എന്നാണ് കേട്ടോ. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് തോട്ട്സ് ഓൺ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉം ഓപ്ഷൻ ഏതാണ്? ബി ആണ് കേട്ടോ. 7th ക്വസ്റ്റ്യൻ. ഗ്രാനൈറ്റ് ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? ഗ്രാനൈറ്റ് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. ഗ്രാനൈറ്റ് അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ ഇഗ്നിയസ് റോക്സ് എന്ന് പറയും. ഇഗ്നിയസ് റോക്സിന്റെ ഉദാഹരണങ്ങളാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡോളോമൈറ്റ്. ഇതിനെ നമ്മൾ മാതൃശിലകൾ എന്നും പറയാറുണ്ട്. കാരണം ഈ ശിലയിൽ നിന്നാണ് ബാക്കി എല്ലാ ശിലകളും ഉണ്ടായി വരുന്നത്. ഏറ്റവും കൂടെ കാണപ്പെടുന്നതും ഈ ശിലകൾ തന്നെയാണ്, ആഗ്നേയ ശിലകളാണ്. അതായത് നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടന സമയത്തുണ്ടാകുന്ന മാഗ്മയും ലാവയും തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് എന്ത്? ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് എന്തൊക്കെ? ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡോളോമൈറ്റ്. GBD. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ജിബി ചേച്ചിയുണ്ട്. ചേച്ചിക്ക് നമ്മൾ ദീദി എന്ന് പറയത്തില്ല. അപ്പോൾ GBD അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാം. അല്ലെങ്കിൽ ചുമ്മാ പറഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും. അടുത്ത ടൈപ്പ് ഓഫ് റോക്കാണ് എന്ത്? അവസാദ ശിലകൾ എന്ന് പറയുന്നത്, അഥവാ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രകൃതിയിലെ ശക്തികളായ കാറ്റ്, തിരമാലകൾ, ഈ പ്രകൃതി ശക്തികളൊക്കെ എന്താണ്? അവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകളാണ് എന്ത്? അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് എന്ത്? കളിമണ്ണ്, മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, ഷെയില്. നിങ്ങൾ നോക്കൂ, എപ്പോഴും നമ്മൾ ഈ മണ്ണും കല്ലും ഒക്കെ എന്താണ് എപ്പോഴും ഇങ്ങനെ അടുക്ക് കൂട്ടി ഇങ്ങനെ കുമിഞ്ഞുകൂടിയല്ലേ ഇങ്ങനെ കിടക്കാറുള്ളത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. അപ്പം എന്താണ്? അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന അവസാദ ശിലകളുടെ ഉദാഹരണമായ ഈ കളിമണ്ണും മണൽക്കല്ലും ഒക്കെ എന്താണ്? ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കാമെന്നൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ടൈപ്പ് ഓഫ് റോക്കാണ് എന്ത്? കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്, അഥവാ മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. ഈ ആഗ്നേയ ശിലകൾക്കും അവസാദ ശിലകൾക്കും രാസമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് എന്ത്? കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്, മെറ്റാമോർഫിക് റോക്സ്. അതിന് ഉദാഹരണങ്ങളാണ് എന്ത്? മാർബിളും സ്ലേറ്റും. ഓക്കെ, കുറേ ഉണ്ട്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.